എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു കതിർപ്പ് കറിവേപ്പില ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തു എന്ന് പറഞ്ഞു, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു 10 അല്ലി ഉള്ളി കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക് ചെറിയ പീസാക്കി ഇട്ടത്, ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു പിടിയോളം തേങ്ങാക്കൊത്ത്, കുറച്ച് കൂടുതലായാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിന് ഉണക്കമുളക് വറക്കുന്നുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ ഇത്രയും മുളക് തന്നെ ചേർത്താൽ മതി. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമ്മളവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണത് കൽച്ചട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കൽച്ചട്ടിയിലേക്ക് നേരിട്ടിട്ട് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടി പിടിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അടിയിൽ ഒരു ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയും എല്ലാം കൂടി പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസൊക്കെ ഇട്ട് അടച്ച് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിലേക്കുള്ള മസാല അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പിൽ തന്നെയാണ് നാളികേരം വറുത്തെടുക്കുന്നത്. നമ്മൾ സ്റ്റൗവിലാണ് വറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം തീയിൽ വേണം വറക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ അത്ര അധികം തീയെന്ന് പറയാനില്ല. പിന്നെ ഈ ചട്ടിയുടെ തൊട്ട് താഴെയല്ലല്ലോ, കുറച്ച് താഴത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കരിയില്ല. പിന്നെ നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ സ്റ്റൗവിൽ ചെയ്യുന്നവർ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകുമാണ് വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ മല്ലിക്ക് കുറച്ച് മൂക്കണ സമയം ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നാളികേരം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ ടീസ്പൂൺ മുഴുവൻ മല്ലിയും നമ്മൾ ഒപ്പം ഇട്ട് വറുത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഗോൾഡൻ കളർ ആവണ വരെ വറുത്ത് വരണം. അതിന് ശേഷം ചേർക്കേണ്ട സംഭവങ്ങൾ പറയാം കേട്ടോ. ഒരു കതിർ കറിവേപ്പില ഞാൻ ഇതിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം, ഇത്ര മാത്രമാണ് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 2 പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരുവിധം ഒരു മൂപ്പാവുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. കാരണം ഇതിനൊന്നും കുറേ അധികം അങ്ങനെ വേവാനില്ല. അതുപോലെ തന്നെ ഉണക്കമുളകായാലും പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അത് ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിലാണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ഉണക്കമുളക് ചേർത്താലും മതി, ആ ഒരു ചൂട് മതി കേട്ടോ. ഞാനതിൻ്റെ കളറ് സ്ട്രക്ചർ അടുത്ത് കാണിച്ചു തരാം. അതാ കണ്ടോ, ഈ ഒരു കളറ് അത്യാവശ്യം ഒരു ഗോൾഡൻ കളറ്, കൂടുതലായിപ്പോയ ബ്രൗൺ കളറും ആവും. അതിൻ്റെ ടേസ്റ്റും ഒരു കരിഞ്ഞ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അതെടുത്ത് നമുക്ക് മാറ്റി സ്റ്റൗവിലേക്കോ അല്ല പ്ലേറ്റിലേക്ക് പരത്തിയിടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ കൽച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ചകിരി ഒരു പീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കൽച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചതൊക്കെ എല്ലാം ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് വെള്ളം ഞാൻ താഴെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ നെകക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇല വെച്ച് അങ്ങ് അടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ഏറ്റവും വെള്ളം കുറച്ചിട്ട് അരയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് ജസ്റ്റ് ഒട്ടും വെള്ളം ഒഴിക്കാതെ പൾസ് ബട്ടൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് മാത്രം അരച്ചെടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അടിക്കുക, 1 ടീസ്പൂൺ കഴിക്കുക. അങ്ങനെ ഞാൻ 3 ടീസ്പൂൺ വെള്ളം 3 ഘട്ടത്തിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ നമ്മൾ അമ്മിയിൽ അരച്ചെടുത്ത ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിരിക്കണേ. കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് തന്നെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗം കണ്ടോ, ആവി വെള്ളം തട്ടിയിട്ട് ഇലയുടെ കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട്
തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാതും ഇളക്കി കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമുക്ക്, ഈ ഉള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഈ അരപ്പിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളക്, പെരിഞ്ചീരകം, നാളികേരം, മല്ലി, മുളക് എല്ലാതുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അരപ്പിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിരിക്കും. അതും കൂടി ചേർക്കുമ്പോൾ കറിക്ക് അത്യാവശ്യം കൊഴുപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും ഒരുപോലെ എല്ലാവരും ചൂട് കയറും വേവൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും കുക്കറിലും ഒന്നുമല്ല വേവിക്കണേ, ഇങ്ങനെ തന്നെ ഈ കൽച്ചട്ടിയിൽ കിടന്നിട്ട് വേവുകയാണ്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മളിങ്ങനെ കൽച്ചട്ടിയിൽ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സോഫ്റ്റായിട്ടാണ്. പിന്നെ നമ്മൾ കുറേ അധികം തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ചൂട് കയറി കഴിഞ്ഞാൽ കൽച്ചട്ടിയിൽ ചെറിയൊരു ചൂട് മാത്രം കീപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അരപ്പ് അവസാന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അരപ്പിട്ടിട്ട് നമ്മൾ കുറേ അധികം സമയം വേവിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ മസാലയുടെയും ഇതിൻ്റെയൊക്കെ ആ ഫ്രഷ് സ്മെല്ല് പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തു, ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലത്തെ ചാറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം ജസ്റ്റ് ആ അരപ്പൊന്ന് ചൂടാവുക. അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളായിട്ടും ഒന്ന് പിടിച്ചു വരാനുള്ള കുറച്ച് സമയം മതി. നമ്മൾ തുടക്കത്തിലൊന്നും അരപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആ മിക്സി കഴുകി ചുറ്റിച്ചിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒട്ടും അങ്ങനെ കുറേ അങ്ങനെ ലൂസ് വെള്ളം പോലെയൊക്കെ എടുക്കുകയൊന്നുമില്ല. നല്ല കട്ടിയുള്ള ചാറായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. കൽച്ചട്ടിക്ക് നല്ല ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചാറ് അതിൽ വറ്റിപ്പോവും. നമ്മൾ വാങ്ങി വെച്ചാലും തന്നെ ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചാറ് എക്സ്ട്രാ നമ്മൾ ചേർത്തതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അരപ്പും എല്ലാം ചേർന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചപ്പോഴേക്കും ചാറൊക്കെ നന്നായി കുറുകി നല്ല കളറൊക്കെ വന്നിട്ട് നല്ല സ്മെല്ലുമാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. ചെറിയുള്ളി ഒരു 10 എണ്ണം നന്നായി വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ കുറേ അധികമൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഉള്ളി നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ല ബ്രൗൺ കളറിൽ മൂത്ത് വരണം കേട്ടോ. അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു കതിർപ്പും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ലാസ്റ്റ് സമയത്ത് ചേർത്താൽ മതി, വല്ലാതെ കരിഞ്ഞു പോകണ്ട. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു കളർ എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം നമുക്ക് ആ അടപ്പത്തു നിന്ന് വാങ്ങി വെക്കണ സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി വിതറി കൊടുക്കുക കേട്ടോ. അതിൻ്റെ സ്മെല്ല് താല്പര്യമുള്ളവർക്ക് അത് ഒന്നുകൂടി ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഉള്ളി കാച്ചി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചൂടുള്ള വെളിച്ചെണ്ണയും മൊരിഞ്ഞിരിക്കുന്ന ആ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകിൻ്റെ ആ നിറവും എല്ലാം കൂടിയിട്ട് നല്ല ഒരു ടോപ്പിങ്, നല്ലൊരു ഫിനിഷിങ് ലുക്ക് കൊടുക്കും. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ടേസ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ഉള്ളി കാച്ചി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിലുള്ള കുറച്ച് എണ്ണയും കൂടിയും എടുക്കാം. ചാറങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചങ്ങ് എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വയ്ക്കുക. നമുക്ക് ഇതിങ്ങനെ ഇരുന്ന് കൽച്ചട്ടിയിൽ ഇരുന്ന് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കറി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം. ബൈ.